Hi friends, welcome to Sarah's Herbs and Spices. ഇന്ന് നമ്മൾക്ക് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാം. ഇത് നോൺ ആൽക്കഹോളിക് ആണ് വിത്ത് ഫ്രൂട്ട് ജ്യൂസ്. അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾക്കൊരു ട്രീക്കിൾ ഉണ്ടാക്കാം. ട്രീക്കിൾ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിൽ ഉള്ള കാരമലൈസ്ഡ് ഷുഗറാണ്. 1/2 കപ്പ് ഷുഗർ എടുക്കുക, 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുക. എന്നിട്ട് പഞ്ചസാര നമുക്ക് കരിച്ചെടുക്കാം. ഈ സമയം തവിയിട്ട് ഇളക്കി കൊടുക്കരുത്. അത് കാരമലൈസ് ആയി വരുന്ന സമയത്ത് നമ്മൾക്ക് പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. സാധാരണ കാരമലൈസ് ചെയ്യുന്നതിലും കുറച്ചുകൂടി ബ്ലാക്ക് കളർ ആവണം. അതുവരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമ്മൾക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത് ഷുഗർ ക്രിസ്റ്റലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഈ സമയം നമ്മൾക്ക് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ട കിട്ടുന്ന കാരമലൊക്കെ ആ ചൂട് കൊണ്ട് തനിയെ അലിഞ്ഞുകൊള്ളൂ. ഇപ്പോൾ കാരമലെല്ലാം നല്ലവണ്ണം പതഞ്ഞു വരും. എല്ലാം അലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് പരുവമായിട്ടുണ്ട്. നമ്മൾക്കിത് വാങ്ങി വെക്കാം. ഇനി ഓറഞ്ചിൻ്റെ തൊലി എടുക്കണം. അതിനായി ഞാനിവിടെ 2 ഓറഞ്ചിൻ്റെ zest അഥവാ ഓറഞ്ചിൻ്റെ പുറത്തെയുള്ള തൊലി എടുത്തിട്ടുണ്ട്. ഈ കേക്കിന് ചേർക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡേറ്റ്സ് ഉണ്ട്, ചെറി, പിക്കാൻ നട്ട്സ്, വാൾനട്ട്സ്, കാഷ്യൂ നട്ട്സ്, പിന്നെ പിസ്ത, ഗോൾഡൻ റേസിൻസ്, ജിഞ്ചർ, ഡ്രൈ ജിഞ്ചർ, ഓറഞ്ച് zest, ഓറഞ്ച് ജ്യൂസ്, പിന്നെ പ്രൂൺസ്, ബ്ലാക്ക് റേസിൻസ്, ബ്ലാക്ക് ജംബോ റേസിൻസ്, ഇത്രയും എടുത്തിട്ടുണ്ട്. 170 ഗ്രാം ബട്ടർ ആവശ്യമായിട്ടുണ്ട്. അത് മെഷർ ചെയ്തെടുക്കുക. സ്റ്റെപ്പ് 2ലേക്ക് കടക്കാം. അതായത് പ്രിപ്പറേഷൻ ഓഫ് ഫ്രൂട്ട് മിക്സർ തയ്യാറാക്കാം. 150 ഗ്രാം ബ്രൗൺ ഷുഗർ, പിന്നെ ബാക്കി ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യുക. ഡേറ്റ്സ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, zesറ്റും ആഡ് ചെയ്യുന്നില്ല. ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ഡ്രൈ ജിഞ്ചറും ഫ്രൂട്ട് ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ബട്ടർ കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി തിളപ്പിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് സിമ്മറിലിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇനി ഒരു പരന്ന പാത്രത്തിലേക്ക് ഇതൊഴിച്ച് നമുക്ക് ഈ ഫ്രൂട്ട് മിക്സ്ചർ തണുക്കാനായിട്ട് വെക്കാം. നല്ലപോലെ നിരത്തിയിട്ട് കൊടുത്ത് ഇത് നമുക്ക് തണുപ്പിച്ചെടുക്കാം. ഇനി 3 മുട്ട എടുത്ത് അതിനകത്ത് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് അടിച്ച് പതപ്പിക്കണമെന്നില്ല. സാധാരണയായിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. അതായത് ഫ്ലവറും സ്പൈസസും എല്ലാം ആഡ് ചെയ്തെടുക്കാം. 210 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ജാതിക്കാപ്പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കറുവപ്പട്ട,
1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/8 ടീസ്പൂൺ ഡ്രൈ ജിഞ്ചർ പൗഡർ അതായത് ചുക്കുപൊടി, 1/8 ടീസ്പൂൺ ഗ്രാമ്പൂ പൗഡർ, ക്ലോവ് പൗഡർ. ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം നമുക്കത് 2 തവണ ഒന്ന് ഇടഞ്ഞെടുക്കാം. ഇനി തണുക്കാൻ വെച്ചിരുന്ന ഫ്രൂട്ട് മിക്സ്ചർ നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്ത് അതിൻ്റെ ജ്യൂസ് എല്ലാം മാറ്റിയെടുക്കാം. ഇനി നമ്മൾക്ക് കേക്ക് ടിൻ ഒന്ന് ലൈൻ ചെയ്തെടുക്കാം. അതിനായി ഒരു സ്ക്വയർ പേപ്പർ ആദ്യമായി ഒന്ന് മടക്കി, രണ്ടാമത് ഒന്നുകൂടെ മടക്കി, കോണോട് ചേർത്ത് മൂന്നാമത് ഒന്നുകൂടി മടക്കിയിട്ട് നമ്മൾക്ക് പാനിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ ആ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പേപ്പർ കട്ടിംഗ് നമ്മൾക്ക് ലഭിക്കും. ഓക്കെ, ഇപ്പോൾ സൈസ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി പാനിൻ്റെ സൈഡിലെല്ലാം ബട്ടർ നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ലൈനേഴ്സ് അതിനകത്ത് ഫിക്സ് ചെയ്യാം. പാനിൻ്റെ സൈഡിലുള്ള ലൈനിങ്ങും ഡബിൾ ഷീറ്റായിട്ട് നമുക്ക് മടക്കി പാനിനെ കട്ടി നല്ല ഹൈറ്റോട് കൂടി നമുക്കതും ഫിക്സ് ചെയ്യാം. ഇതിന് ശേഷം വട്ടത്തിലുള്ള ഒരു ലൈനിങ് ഒന്നും കൂടി ഇതിൻ്റെ നടുക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് മണിക്കൂർ ബേക്ക് ചെയ്യാനുള്ളതായതുകൊണ്ട് ഡബിൾ കോട്ടഡ് ലൈനിങ് എപ്പോഴും സേഫ് ആയിരിക്കും. സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ആഡ് ചെയ്യാനുള്ള നട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയിരിക്കുന്ന ഫ്രൂട്ട്സ് കൂടി തിളപ്പിക്കാത്തതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ്സ്, ചെറി ആൻഡ് ഓൾസോ ദ നട്ട്സ്. ഇടഞ്ഞു വെച്ചിരിക്കുന്ന മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്ത് നമുക്ക് ഈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിൽ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കേക്ക് ബാറ്ററിൽ ഇടുമ്പോൾ ഇത് താന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് യോജിപ്പിക്കുക. ഇതിൻ്റെ കൂടെ മുട്ടയും ഓയിലും ഉള്ള മിക്സർ നമുക്ക് ചേർത്ത് അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട്, അതായത് ഫ്രൂട്ട് മിക്സർ ഫ്ലവർ മിക്സറിലേക്ക് ഇട്ട് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കാം. ഈ സമയം നേരത്തെ ഉണ്ടാക്കി വെച്ച ട്രീക്കിൾ 1/4 കപ്പ് ഒഴിച്ച് എല്ലാം കൂടി വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ആ ഫ്രൂട്ട് സിറപ്പ് എല്ലാം കൂടി ഒഴിച്ചു കൊടുത്ത് അതുകൂടി നല്ലവണ്ണം മിക്സ് ചെയ്യാം. നല്ല ഒരു ടൈറ്റ് മിക്സറാണിത്. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കേക്ക് ടിന്നിലേക്ക് ഇത് മാറ്റാം, ഈ ബാറ്റർ മാറ്റാം. കേക്ക് ടിൻ 3 തവണ നല്ലവണ്ണം തട്ടിക്കൊടുക്കാം, എയർ ബബിൾസ് ഒക്കെ റിലീസ് ചെയ്യാം. ഇനി കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങളുടെ ആവശ്യാനുസരണം ഡെക്കറേറ്റ് ചെയ്ത് 140 ഡിഗ്രി സെൽഷ്യസിൽ 1.5 മണിക്കൂർ ബേക്ക് ചെയ്യുക. ഒരു സ്ക്യൂവർ ക്ലീനായിട്ട് വരുന്നിടം വരെ ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കേക്ക് അവനിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്, നല്ലവണ്ണം ബേക്കായിട്ടുണ്ട്. നമ്മൾക്ക് റാക്കിൽ വെച്ച് തന്നെ ഇത് 1/2 മണിക്കൂർ കൂൾ ചെയ്യാൻ അനുവദിക്കാം. അതിനുശേഷം കേക്ക് ഡീമോൾഡ് ചെയ്യുക. ഇപ്പോൾ കേക്ക് നമ്മൾക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം.
വളരെ മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഹൈലി റിച്ച് ഇൻ ഫ്രൂട്ട്സ് ആൻഡ് ഫ്രൂട്ട് സിറപ്പ് എവറിത്തിങ്. 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് എടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് ട്രീക്കിൾ മിക്സ് ചെയ്ത് നമ്മൾക്ക് ഈ കേക്കിൻ്റെ പുറത്തൊന്ന് ബേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 48 മണിക്കൂറിന് ശേഷം ഇത് മുറിക്കുന്നതായിരിക്കും നല്ലത്. സോ ദാറ്റ് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ അനുവദിക്കാം. നമുക്കിപ്പോൾ കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. ഒരു സ്ലൈസ് എടുക്കാം. സൂപ്പർ മോയിസ്റ്റ് ആൻഡ് ടേസ്റ്റി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഒക്കെ ഈവൻലി ടോപ്പ് ടു ബോട്ടം നല്ലവണ്ണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിശ്ചയമായും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.